നമസ്കാരം. ഇറാനെ ബോംബിട്ട് കത്തിക്കാൻ അമേരിക്ക. ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില. ഇറാൻ വെടി പൊട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. നിങ്ങൾക്ക് ഞങ്ങളൊരു 10 ദിവസം തരാം, ഇല്ലെങ്കിൽ ഇറാൻ എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ രാജ്യം ഞങ്ങൾ ബോംബിട്ട് നശിപ്പിക്കും. ഇത് ഇറാൻ അന്ത്യശാസനം നൽകുകയാണ് ട്രംപിന്റെ ഭീഷണി സന്ദേശമാണിത്. അതായത് ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ US സൈന്യം റെഡിയായി നിൽക്കുന്നു. അവിടെയാണ് ഈ കുഷ്ണറും വാൻസും റൂബിയോയും ഒക്കെ ഇറങ്ങി സമാധാന ചർച്ച നടത്തിയത്. സമാധാന ചർച്ചകൾ പൊളിയുമ്പോൾ ലോകം വീണ്ടും ഒരു യുദ്ധമുനയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 10 ദിവസം, ആ 10 ദിവസത്തിനുള്ളിൽ സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് പുല്ലുവില കൊടുക്കുകയാണ് ഇറാൻ. വാഷിംഗ്ടൺ DC-യിൽ വ്യാഴാഴ്ച ഫെബ്രുവരി മാസം 19-ാം തീയതി നടന്ന പ്രഥമ ബോർഡ് ഓഫ് പീസ് യോഗത്തിൽ യുദ്ധത്തിന്റെ ഭാരിച്ച ചെലവുകളെ കുറിച്ച് സംസാരിക്കുക ട്രംപ് ഇറാൻ ഒരു അന്ത്യശാസനം നൽകി. അതായത് ഈ ആണവ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു കരാറിലെത്താൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ മോശമായ കാര്യങ്ങൾ, വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. അതായത് അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകണമെന്നാണ് ട്രംപിന്റെ വാദം. ചർച്ചകളൊക്കെ വഴിമുട്ടി. അതോടുകൂടി പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം വൻതോതിൽ വിമാനവാഹിനികളും യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും വിന്യസിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ എന്നിവയാകും അമേരിക്കയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. യുദ്ധത്തിന് സമാധാനത്തെക്കാൾ 100 ഇരട്ടി ചിലവുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു. തന്റെ ലക്ഷ്യം ജീവൻ രക്ഷിക്കലാണ് എന്നും നോബൽ സമ്മാനമല്ല എന്നും പറയപ്പെടുന്ന ട്രംപ്, എനിക്ക് നോബൽ സമ്മാനത്തെക്കുറിച്ച് ആശങ്കയില്ല, എനിക്ക് ആളുകൾ കൊല്ലപ്പെടുത്തുന്നത് കാണാൻ വയ്യ എന്നാണ് ട്രംപ് പറയുന്നതെങ്കിൽ ഇത്തവണ നോബൽ സമ്മാനം ലഭിച്ച വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചോഡയിൽ നിന്നും അവസാനം അത് സ്വീകരിക്കേണ്ടി വന്ന ഗതികേടിലേക്ക് എത്തിയ ഒരു നേതാവ് കൂടിയാണ് ഇതേ മണ്ടനായ ട്രംപ്. ആ ട്രംപിന്റെ ഈ ചിന്താഗതികളാണ് മാറേണ്ടത്. പ്രഥമ ബോർഡ് ഓഫ് പീസ് യോഗത്തിൽ ഏകദേശം 50 ലോക നേതാക്കൾ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, മരുമകൻ ജാരദ് കുഷ്ണർ, മിഡിൽ ഈസ്റ്റ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുമൊക്കെ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു ഈ ബോർഡ് ഓഫ് പീസിന്റെ യോഗത്തിൽ. ജാരദ് കുഷ്ണറാണ് ബോർഡിൽ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി എന്ന് പറയപ്പെടുന്നത്. ജനീവയിൽ നടന്ന ആണവ ചർച്ചകളിൽ ഇറാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുവെങ്കിലും കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ലാത്തതിനെ തുടർന്നാണ് ട്രംപ് കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത്. സമാധാനം സ്ഥാപിക്കുവാനാണ് തന്റെ ശ്രമമെന്ന് അവകാശപ്പെടുമ്പോഴും കരാർ നടന്നില്ല എങ്കിൽ ഈ ആഴ്ച അവസാനം തന്നെ ഇറാനെതിരെ ആക്രമണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇറാനെ ബോംബിട്ട് കത്തിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. ഇറാൻ ആണവ കരാറിൽ ഒപ്പിടാത്ത പക്ഷം, 10 ദിവസത്തിനകത്ത് അത്തരത്തിൽ ഒപ്പിടാത്ത പക്ഷം ഇറാനെ ബോംബിട്ട് ചുട്ടരിക്കുക, കത്തിക്കുക എന്നൊരു തരത്തിലേക്ക് അമേരിക്ക എത്തിച്ചേരുന്നു. ട്രംപിന്റെ ഭീഷണിയാണത്. പക്ഷേ ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് ഇറാൻ. അടുത്ത നിമിഷം ഇറാൻ വെടിപൊട്ടിക്കുവാൻ തയ്യാറാവുകയാണ്. നിങ്ങൾക്ക് 10 ദിവസം തരാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ബോംബിടുമെന്ന് പറയപ്പെടുന്ന അമേരിക്കയുടെ അന്ത്യശാസനം കേട്ടിട്ട് തിരിച്ചുപോലും പ്രതികരിക്കാതെ ഇറാൻ പുല്ലുവില കൽപ്പിച്ച് മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഭീഷണിയും ഇത്തരത്തിലുള്ള വിലപേശലുമൊന്നും ഈ രാജ്യത്തിനോട് നടക്കില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളത്. സമാധാന ചർച്ചകളൊക്കെ പൊളിഞ്ഞ് പാളീസാവുകയാണ്. അതുകൊണ്ടാണ് ലോകം വീണ്ടും ഒരു യുദ്ധമുനയിലേക്ക് എത്തുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരു യുദ്ധം ഉണ്ടാകാത്ത സാഹചര്യം. പക്ഷെ ഇറാനെ പോലൊരു രാജ്യം ഏത് യുദ്ധത്തെയും അംഗീകരിക്കുവാൻ, അഭിമുഖീകരിക്കുവാൻ തയ്യാറാണ് എന്ന് ലോക നേതാക്കളായ അമേരിക്കയോടുകൂടി വെല്ലുവിളിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അവിടെയാണ് ഇറാനെ ബോംബിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയെ വെല്ലുവിളിക്കുവാൻ ഒരു ചെറിയ രാജ്യമായിട്ടുള്ള ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ ആ രാജ്യത്തിന് കഴിയുന്നത് എന്നുള്ളതാണ്. അമേരിക്കയേക്കാൾ പല മടങ്ങ് വിസ്തൃതിയുള്ള പല രാജ്യങ്ങളും പലപ്പോഴും അമേരിക്കയുടെ സഹകരണത്തോട് മാത്രം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അമേരിക്കയ്ക്കെതിരെ ഒരു വെല്ലുവിളി നടത്തുവാൻ പല രാജ്യങ്ങളും ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെ ഇപ്പോ ഇറാനെ ബോംബിട്ട് കത്തിക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്ന നടപടികളോട് ഒരിക്കലും യോജിച്ചു പോകാൻ തയ്യാറാകാത്ത വണ്ണം തന്നെയാണ് ഇറാന്റെ നിലപാടുകൾ എന്ന് പറയുന്നത്. ആ നിലപാടുകളെ കാണാതെ പോയാൽ, ആ നിലപാടുകളെ കേൾക്കാതെ പോയാൽ വരുന്ന കാലങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ അമേരിക്ക അഭിമുഖീകരിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ, ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ്, അല്ലെങ്കിൽ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയും.